അതെ സാറേ, ഞാനേ എന്റെ പേര് കോയാന്നാണ്. കോയ? എന്റെ ഒരു പീടിക അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ സത്യശീലം എന്ന് പറഞ്ഞിട്ട്. അതൊരു ഫ്രൂട്ട്സ് കട തന്നെയാണോ? അതന്നെ, അങ്ങനാണ് അല്ലേ? സോറി കേട്ടാ, ഞാൻ ആളറിയാണ്ട്. അതെ, ഫ്രൂട്ട്സ് കട തന്നെ. പ്രവാസിയാണ് ആ പാവം. പറഞ്ഞ മാതിരി നാട്ടിലത്തെ ഇപ്പോഴത്തെ സ്ഥിതിഗതിയും പറ്റിക്കലൊന്നും അവറ്റൊക്കെ അറിയില്ല. ശുദ്ധഗതിയായിട്ടാണ് ഈ നാട്ടിൽ വന്നിറങ്ങണേ. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോ ആ കടങ്ങറാക്കുക എല്ലാരും കൂടിയിട്ടേ. എന്താ കഥ? എന്താണ്? അല്ല, കഥ തന്നെ. ഞാൻ ഒപ്പിട്ട് കൊടുത്തപ്പോ അതില് നിങ്ങൾക്കൊരു കുത്തിന്റെ കുറവുണ്ട് പറഞ്ഞു. ഒന്നിലും ഒരു കുത്തുണ്ട്, ഒന്നിലും ഒരു കുത്തില്ല. അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങളാണ് അതിന്റെ ഇതില്ല. സോറി ട്ടാ, ഞാൻ ആളറിയാണ്ട്. അതെ, അപ്പൊ സാറേ, അപ്പൊ അത് എന്തപ്പ അതിന്റെ ശരിക്കുള്ള പ്രശ്നം? അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, അതിനകത്ത് നമ്മുടെ 2 പേപ്പറിൽ കോയ സാഹിബ് ഒപ്പിട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ. അതിൽ ഒരൊപ്പില് വര 1 കുത്ത്, വേറൊപ്പില് വര 2 കുത്ത്. അത് വലിയ പ്രശ്നമല്ലേ? ഏതെങ്കിലും കുത്തോ? പിന്നെ എന്താ പോരാ സാറേ, നിങ്ങൾ എന്താ നിങ്ങള് പറയണേ? ഒരു പേനോണ്ട് ഇപ്പൊ നമ്മളൊരു വര വരച്ച് 2 കുത്തുണ്ട, ഒരു കുത്ത് ചിലപ്പോ തെളിഞ്ഞുണ്ടാവൂല. പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു കുത്തോ. ഇനിയിപ്പൊ അത് എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ നല്ല തടിമുടുക്കന്മാരായിട്ടുള്ള എന്റെ മരമില്ലുള്ള 2 പണിക്കാരനെയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേ. ഇത് മരത്തിന്റെ മേലെ കുത്തലല്ല, ഇത് ഗവൺമെന്റ് ഓഫീസിലെ പേപ്പറിലാ കുത്തണത്. അകത്താവും, നിങ്ങളും ആവും ഞമ്മളും ആവും. അത് വേണോ? അതെ, ഇത് ആൾമാറാട്ടത്തിന്റെ കേസാവും. ഏത് ഈ ഒപ്പിന്റെ താഴെ ഒരു കുത്തില്ല? അതെ, പിന്നെ അല്ല, സംഗതിയൊക്കെ മനസ്സിലായി സാറേ. ഞാനേ എന്റെ അറിവില്ലായ്മ ഉണ്ടാവും വിചാരിച്ചാൽ മതിട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ പേപ്പറിൽ നിങ്ങളുടെ ഒരു ഒപ്പൊന്നിട്. എന്തിന്? അല്ല, ഒന്ന് ഇട്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ, എന്റെ ഒപ്പിന്റെ കാണിച്ചു തരാനാണ്. പൂതിയല്ലേ നടക്കട്ടെ? അല്ല, പൂതി കൊണ്ടല്ല, എന്റെ ഒപ്പിന്റെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിട്ടാ. നിങ്ങളൊരു ഒപ്പിട് പറഞ്ഞോ. എന്റെ ഒപ്പാണ്. അതിന്റെ താഴെ ഒരു ഒപ്പും കൂടി ഇട്ടേ. അല്ല, ഒരു ഒപ്പും കൂടി വേറെ ഇട്. നിങ്ങളുടെ ഒപ്പം തന്നെ വേറെ ഒരെണ്ണത്തോടെ. ഇതല്ല ഇപ്പൊ ഈ 2 ഒപ്പ്, ഇത് 2 നിങ്ങൾ ഇട്ട തന്നെയല്ലേ? ഇപ്പൊ ഇതിന്റെ വര അതെ ഇവിടുന്ന് ഇത് വര വന്നിട്ടുണ്ട്, ഇതുമ്മ മുട്ടിയിട്ടുണ്ട്. ഈ വര അതുമ്മ മുട്ടിയിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ നിലക്ക് എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ലൈസൻസ് തരിക? നിങ്ങളൊരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എമ്മത്ത് ലൈസൻസ് കിട്ടുമോ? ഇപ്പൊ പറ്റില്ല. അതിപ്പോ ഞാൻ പറഞ്ഞ അവരെ കൊണ്ടൊരു കുത്തുടിക്കാന്ന് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. ഇപ്പൊ നിങ്ങളൊരു വര വരച്ചാൽ പറ്റില്ല. ഇതെല്ലാവർക്കും പറ്റും സാറേ, ഇതെല്ലാവർക്കും പറ്റും. നമ്മള് കമ്പ്യൂട്ടർ ഒന്നല്ലല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ മാതിരി എന്റെ കുറെ വീഡിയോ റൂമൊക്കെ ഇതേമാതിരി വാടകയ്ക്ക് കൊടുക്കുകയും കുറെ കച്ചവടമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്തപ്പോ ഇതൊക്കെ പറയണെന്നൊക്കെ സംഗതിക്ക് പുറത്തൊക്കെ കിട്ടി. പക്ഷെ അതിനൊന്നും പറ്റിയ ആളല്ല ഈ സത്യശീലനെ. അതിനൊന്നും ഗതിയില്ല, ഉള്ളത് പറയാലോ. അതാ ഞാൻ പറയാം, ഉള്ളവരെയും നിങ്ങൾ വാങ്ങിക്കോളാം, കൊണ്ട് പോയപ്പോഴൊന്നുമില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, നിങ്ങൾ വാങ്ങലൊക്കെ ഉണ്ട്. അത് പക്ഷെ ഇയാളുടെ ഇതിലില്ല. അപ്പം അത് നിങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്നെ ഇപ്പം നിങ്ങൾക്കൊക്കെ മാഞ്ഞായിട്ടുള്ള ശമ്പളം നിങ്ങൾക്ക് മാസം കറക്റ്റ് കിട്ടുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. അത് മേടിച്ച് നക്കിയിട്ട് അല്ല, അത് മേടിച്ചിട്ട് കുടുംബം നോക്കുക. അല്ലാണ്ട് ഈ ജാതി കായൊക്കെ മേടിച്ച് അത് നോക്ക് സാറേ. നിങ്ങളുടെ പേരെന്താണ്? മൊയ്തൂന്നാണ്. മൊയ്തു. അല്ല, ഞാൻ സലാം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചേ. നമ്മുടെ ഇതിലല്ല, നിങ്ങൾക്ക് അറിയാലോ, സിറാത്ത് എന്നുള്ള പാലം പടച്ച റബ്ബേ, മുടിനാല് ഈരാഴി കീറിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടക്കണതേ. ഉറപ്പല്ലേ നരകത്തിൽ വീഴുന്ന ഈ ജാതി പണി കാട്ടിയാല്. അതൊന്നും നിൽക്കണ്ട, നിങ്ങളിത് ചെയ്തു കൊടുത്താലേ നല്ല കാര്യങ്ങളല്ലേ. ഇറങ്ങട്ടെ, എന്നാ ശരിട്ടാ. അസ്സലാമു അലൈക്കും. എന്തൊരു ബലല്ലല്ലോ സലാം. പറഞ്ഞു കേട്ടില്ലേ? കൊടുക്കല്ലേ? അയാൾ പറഞ്ഞു കേട്ടില്ലേ? നമ്മളതിൽ അങ്ങനെ ഒരു ഈ മുടിനാര് പോലത്തെ ഒരു പാലത്തിന്റെ മേലെ കൂടെ പോകുന്നൊരു ഇതുണ്ട്. എന്താ പാലത്തിന്റെ പേര്? ഈ മുടിനാര് പോലത്തെ ഒരു പാലത്തിന്റെ മേലെ കൂടെ പോകുമ്പോലെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആത്മാവേ അപ്പുറത്തേക്ക് അതിൻ്റെ അകത്ത് വീണ് പോയ പാവത്തിലേക്ക് നമ്മൾ പോവാൻ. ഒരു കുത്തൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്കത് ഇടുമ്പോൾ കൃത്യമായിട്ട് ഇട്ടൂടെ? വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയുന്നത് അത് ഒപ്പിട്ട് കൊടുത്തേക്കത്. അതെ, കൊടുക്കല്ലേ? വെറുതെ എന്തിനാ ശാപം? അതെ, വെറുതെ പറഞ്ഞില്ലേ?